നമസ്കാരം. ഇന്ന് ഒരു മോസ് ടെറേറിയം അഥവാ മൊസേറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് പൂപ്പായി ഉപയോഗിച്ച് ഒരു ടെറേറിയം. അപ്പോൾ ആദ്യം നമുക്കൊരു ഗ്ലാസ് ബൗൾ വേണം. ഇനി ഇതിൽ ഫസ്റ്റ് ലെയർ അതായത് ഡ്രെയിനേജ് ലെയർ സെറ്റ് ചെയ്യാം. അതിനുശേഷം ചാർക്കോൾ ലെയർ. ഇനി മെഷ്. ഈ ലേയേഴ്സിനെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിച്ച് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ മുൻപ് നമ്മൾ ടെറേറിയം ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതിൽ പോട്ടി മീഡിയം സെറ്റ് ചെയ്യാം. ഈ ടെറേറിയത്തിനായിട്ട് ഞാൻ പോട്ടി മീഡിയം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. സെറ്റ് ചെയ്യുന്നതിന് മുൻപ് പോട്ടി മീഡിയം ചെറുതായിട്ടൊന്ന് നനയ്ക്കുക. എന്നിട്ട് ടെറേറിയം നമ്മൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് സെറ്റ് ചെയ്യുക. മണ്ണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടെറേറിയത്തിൽ ഞാൻ കുറച്ച് കല്ലൊക്കെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ കല്ലുകളൊക്കെ ഇപ്പോൾ വയ്ക്കാം. ഈ കല്ലൊക്കെ വയ്ക്കാനായിട്ട് ഫോർസെപ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ കല്ലും മണ്ണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് പൂപ്പായിയാണ്. പൂപ്പായ കൊണ്ടുവരാം. പൂപ്പായ കളക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ 2 തരത്തിലുള്ള പൂപ്പായ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. പൂപ്പായ വെക്കുമ്പോഴേ മണ്ണിൽ ചെറുതായിട്ടൊന്ന് ഉറപ്പിച്ചിട്ട് വെക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് അവസാന മിനുക്കുപണികളുണ്ട്, അത് ചെയ്യാം. മോസ് ടെറേറിയം കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട് മതി. ബ്രൈറ്റായ സ്ഥലം വീടിനുള്ളിൽ ഇല്ലെങ്കിലേ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ദിവസം 1 മണിക്കൂറെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വളം കൊടുക്കേണ്ട കാര്യമില്ല. ഇനി വളം കൊടുക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ 10% ഹ്യൂമിക് ആസിഡ് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും വളം നമുക്ക് കൊടുക്കാം. ഇനി നനയ്ക്കേണ്ട കാര്യമാണെങ്കിൽ സോഫ്റ്റായിട്ട് സ്പ്രേ ചെയ്താൽ മതി. നനയ്ക്കേണ്ട ഫ്രീക്വൻസി കണ്ടെയ്നർ അനുസരിച്ചിട്ടാണ്. അതായത് ക്ലോസ്ഡ് കണ്ടെയ്നർ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നനച്ചാൽ മതി. പക്ഷേ ഓപ്പൺ കണ്ടെയ്നർ ആണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം നനയ്ക്കേണ്ടി വരും. നനച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണിയൊക്കെ ഉപയോഗിച്ച് തുടയ്ക്കണം. അല്ലെങ്കിൽ വെള്ളം ഗ്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പാട് വീഴുമ്പോൾ അത് വൃത്തികേടായിരിക്കും. ചിലപ്പോൾ ഫംഗൽ ഗ്രോത്ത് പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ധാരാളമായിട്ട് പൂപ്പായി കിട്ടുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.